ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചീസ് കേക്കാണ്. ചീസ് മാത്രം വെച്ചിട്ട് ഒരു കേക്ക്. അപ്പം ചീസ് നമുക്ക് മെയിനായിട്ട് ചീസാണ് വേണ്ടത്. പിന്നെ മുട്ട, മൈദ കുറച്ച് മതി. പിന്നെ നമുക്കെന്താ ഷുഗർ വേണം, പിന്നെ വാനില എസൻസ്. അപ്പോൾ ഇത്രയും വച്ചിട്ട്, അതായത് ഷുഗർ, വാനില എസൻസ്, മുട്ട, കുറച്ച് മൈദ, പിന്നെ മെയിനായിട്ട് ചീസും വേണം, ബട്ടറും വേണം. അപ്പം ഇത് ഇത്രയും കൂടെ ചെയ്തിട്ട് നമുക്കൊരു ചീസ് കേക്ക് ഉണ്ടാകാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാൻ ചെയ്ത് നോക്കിയതാണ്, വളരെ ടേസ്റ്റിയാണ്. ചീസല്ലേ, അപ്പം എന്തുകൊണ്ടും വളരെ ടേസ്റ്റാണ്. നമുക്ക് ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പം നമുക്ക് അതിലെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ചീസ് കേക്കിന് ആവശ്യമായത് നമുക്ക് ഫസ്റ്റ് ചീസ് തന്നെയാണ് വേണ്ടത്. ഈ ചീസ് 200 ഗ്രാം ചീസാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് ഒരു സാമാന്യം തെറ്റില്ലാത്തൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് 200 ഗ്രാമിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ഇത് വേണം. പിന്നെ ഞാൻ ബട്ടർ ഒരു ഇതെടുത്തില്ല, കുറച്ച് ബട്ടർ മതി, ഇതിൻ്റെ പകുതി മതി. ഈ ഒരു പീസില്ലേ, അതിൻ്റെ ഒരു പകുതി ബട്ടർ മതി, അത് ഇത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട, 3 മുട്ടയാണ് എടുക്കുന്നത്. ഇതിന് അളവായിട്ട് 3 മുട്ട. 200 ഗ്രാം ചീസിന് 3 എഗ്ഗാണ്, മുട്ടയാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ മൈദ കുറച്ച് മതി. മൈദ നമുക്ക് ഇതിന് 1 കപ്പ് മൈദ മതി. 1 കപ്പ്, ഈ കപ്പിലാണ് എൻ്റെ മെഷർമെൻറ്റ് അളവ്. അപ്പോൾ ഇതിന് 1 കപ്പ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ എല്ലാം കറക്റ്റായി എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ സോഡാപ്പൊടി, അര സ്പൂൺ സോഡാപ്പൊടി. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. 1 സ്പൂൺ പൗഡറാണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, അതാണ് എൻ്റെ അളവ്. പിന്നെ നമുക്ക് പാല് വേണം, കുറച്ച് പാലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ, ലേശം പാലിൻ്റെ ആവശ്യമേ വരുള്ളൂ. പാലും വേണം. പിന്നെ നമുക്ക് അതിൻ്റെ ലൂസിന് ഒരു അളവുണ്ടല്ലോ നമുക്ക് കേക്കിന്, അതനുസരിച്ചിട്ട് അത്രേ വരും. പിന്നെ നമുക്ക് ഷുഗറാണ് വേണ്ടത്. നമുക്ക് ഷുഗർ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ചീസ് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇനി ഈ ചീസൊക്കെ നമുക്ക് മെൽറ്റാക്കണം. ഒരു ചെറിയൊരു ചൂടാക്കി വെച്ചിട്ട് ആവുമ്പോൾ തന്നെ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ചീസും ബട്ടറും നമുക്ക് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെറിയ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ടിട്ടിട്ട് ഒരു വളരെ സിമ്മാക്കി വെച്ച് ഒന്ന് ചൂടായി എടുക്കുമ്പോൾ തന്നെ നമുക്കിതങ്ങ് മെൽറ്റാവും, നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ ബട്ടറും ചീസും കൂടി മെൽറ്റാവാനായിട്ട് വച്ചിരിക്കുകയാണ്. മെൽറ്റാവാൻ ചെറിയ ചൂടിൽ ആക്കിയിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. മെൽറ്റായിക്കോളും. ഒരു വീഡിയോ വരുന്നുണ്ട്. നല്ലപോലെ മെൽറ്റാവണം. ചെറിയ തീയിൽ വെച്ച് മെൽറ്റായി വരികയാണ്. നമ്മൾ തട്ടി കൊടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ചെറിയ ചൂടിൽ വെച്ച് ഒരുവിധം ഉരുകി വന്നേ. അപ്പം നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടിരുന്ന് തന്നെ അങ്ങ് മെൽറ്റായി പോകും. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തും എടുക്കാം കേട്ടോ. ഏകദേശമല്ല ആ ചൂടിലിരുന്ന് ഞാൻ ആയിക്കോളും, മെൽറ്റായി വന്നു. അപ്പോൾ ഞാൻ ചീസും ബട്ടറും മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 മുട്ട ഞാൻ എടുത്തിട്ട് മഞ്ഞ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ള നമുക്ക് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം വെള്ളം നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ വെച്ചും ചെയ്യാം. ഞാൻ മിക്സിയിലാണ് വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട മിക്സിയിൽ വെച്ച് അടിച്ച് കൊണ്ടുവരാം. പിന്നെ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിനി ഈ മുട്ട നമുക്ക് ഇതിലോട്ട് തന്നെ, മഞ്ഞക്കരി ഇതിലോട്ട് തന്നെ ഒഴിച്ച് നമുക്ക് അടിച്ചെടുത്താൽ മതി. പക്ഷേ വെള്ളക്കരി നമുക്ക് മിക്സിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ മഞ്ഞ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. വെച്ചുകൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഞാൻ അതായത് നമ്മുടെ ചീസിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കാം. മിക്സിയിലാണ് ഇത് അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കാം. അതിലോട്ട് ഞാൻ മൈദ ഇട്ട് കൊടുത്തു. ഈ മൈദ അതേപോലെ നമുക്ക് ഞാൻ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇതെല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് പോരാതെ വരണമെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തിരി പാലൊഴിക്കാവൂ. അതിൻ്റെ ബാറ്ററിൻ്റെ ഒരു അറിയാമല്ലോ നമുക്ക് കേക്കിനെന്ന്, അതിൽ കട്ടി തോന്നണമെങ്കിൽ മാത്രം നമ്മൾ പാലൊഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ട, പഞ്ചസാര, മൈദ ഇതിത്രയും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ചീസ്, ബട്ടർ. അപ്പോൾ ഇത് ഇത്രയാണ് ഇപ്പോൾ ഇരിക്കണേ. ഇനി നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂണാണ്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ. നമുക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ കുറച്ച് മതി, 1/2 സ്പൂൺ. ഇനി നമുക്ക് ലേശം കുറച്ചൊരു വാനില എസൻസ് ഒഴിച്ചു. മതി. ഇത്രയും കൂടി ചെയ്ത് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വാനില എസൻസ് ചേർത്തു, ബേക്കിംഗ് സോഡ ചേർത്തു, ബേക്കിംഗ് പൗഡർ ചേർത്തു, ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്, പൊടിക്ക്. പിന്നെ നമ്മൾ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ നെയ്യാണ് തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദയും കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇടാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആദ്യം നല്ല ചൂടോടുകൂടി ചൂടാക്കി പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് തീ സിമ്മാക്കി കൊടുക്കാം. ഒരു 30-40 മിനിറ്റ്, അതിനപ്പുറം വേണ്ട. അപ്പോഴത്തേക്കും കേക്ക് നല്ല റെഡിയായിട്ട് ചീസ് കേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം നല്ല ആവി വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഞാൻ കേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. ഇനി നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30-40 മിനിറ്റ് അതിലിരുന്ന് വെന്ത് നല്ല പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി തീ സിമ്മാക്കി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, സിമ്മാക്കി കൊടുക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പം 4 മണി കേക്ക് ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ചീസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചീസ് കേക്ക്